ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിന്ന് നല്ല സ്വീറ്റായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് അധികം ആരും അങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തൊരു റെസിപ്പിയാണ് കേട്ടോ. സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ട്, അതായത് നമ്മുടെ മധുരക്കിഴങ്ങ് വെച്ചിട്ട് ഒരു ഹൽവയാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് മധുരക്കിഴങ്ങ് തന്നെയാണ്. ഇത് ഞാൻ മുറിച്ചിട്ട് ആവിയിൽ പുഴുങ്ങി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ് കേട്ടോ. ശർക്കര ഇപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്, ഇപ്പോൾ എത്രത്തോളം നമുക്ക് മധുരക്കിഴങ്ങ് എടുക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് ശർക്കര കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ, കാരണം ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ മധുരക്കിഴങ്ങ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ശർക്കരയെ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് നെയ്യാണ് കേട്ടോ. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി, പിന്നെ കാഷ്യൂ നട്ട്, പിന്നെ ഉണക്കമുന്തിരി ഉണ്ടല്ലോ, അതും ചേർക്കാം. അപ്പം ഞാൻ കാഷ്യൂ നട്ടും അങ്ങനെ ചേർക്കുന്നില്ല, ഇത് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇത് ചെറിയ ചെറിയ പീസായിട്ട് തോലോടുകൂടി വെച്ചിട്ടാണ് കേട്ടോ പുഴുങ്ങിയെടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിതിൻ്റെ തോലെല്ലാം കളഞ്ഞ് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും ശർക്കരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, ചീകി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. എനിക്കിത്രയും തന്നെ ശർക്കര മതിയാവും, കാരണം ഞാൻ മധുരക്കിഴങ്ങ് കുറച്ചേ എടുത്തിട്ടുള്ളൂ. അതുമല്ല, മധുരക്കിഴങ്ങിന് നല്ല മധുരമുണ്ട് കേട്ടോ. ചില മധുരക്കിഴങ്ങ് നമ്മൾ മേടിക്കുന്ന സമയത്ത് മധുരം അത്ര കാണത്തില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് ശർക്കര അധികം കുറച്ചുകൂടെ കൂടുതലായിട്ട് നമുക്ക് ചേർക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന മധുരക്കിഴങ്ങ് നല്ല മധുരമുള്ളതാണ്, അപ്പോൾ എനിക്ക് ഇത്രയും ശർക്കര തന്നെ മതിയാവും. അപ്പം ഞാനിതൊന്ന് അലിയിച്ചെടുക്കാം. കാരണം നമ്മൾ ശർക്കര എപ്പോഴും നമ്മളിങ്ങനെ എടുത്തിട്ട് നമ്മളൊന്ന് അലിയിച്ചെടുത്തിട്ട് നമ്മളൊന്ന് അരിച്ചെടുക്കണം. കാരണം അതിൽ കല്ലും മണ്ണും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശർക്കര എടുക്കുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ചീകി എടുത്തതിന് ശേഷം നമ്മളൊന്ന് അലിയിച്ചിട്ട് അരിച്ചെടുക്കണം. അപ്പം ഞാനിതൊന്ന് മെൽറ്റാക്കി എടുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കും. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരുന്ന ശർക്കര ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ അലിയിച്ചെടുക്കുന്നത്. നല്ലപോലെ ഒന്ന് അലിയിച്ചെടുക്കണം. 1/2 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുള്ള. ഇതുപോലെ നല്ല തിളയ്ക്കുന്ന രീതിയിലാവണം കേട്ടോ. നല്ല തിളയ്ക്കുന്ന പോലെ ആവണം. നല്ല രീതിയിൽ ഇതേപോലെ തിളച്ച് വരുന്നത് പോലെ ആവണം. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് കുറച്ചൊന്ന് ചൂട് മാറിയതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കാം. ഇത് നമ്മൾ അരിച്ചെടുത്ത ശർക്കരയാണ് കേട്ടോ. നമ്മൾ പാൻ ചൂടാകാൻ വച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് നമുക്ക് അരിച്ചെടുത്ത ശർക്കര ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അരച്ച് വെച്ച മധുരക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരച്ച് വെച്ച മധുരക്കിഴങ്ങ് ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ചിതിലേക്ക് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കണം. നെയ്യ് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇതേപോലെ പാനിൽ ഇങ്ങനെ വിട്ട് വരുന്ന രീതിയിൽ ആവുന്നത് വരെ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ കാഷ്യൂ നട്ടും ഉണക്കമുന്തിരിയൊക്കെ ഇതിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനത് ചേർക്കുന്നില്ല, വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചേർത്തെടുക്കാം. ഇത് പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന ആ ഒരു പരുവമാണ് കണക്ക്. നമ്മളിങ്ങനെ ആദ്യമേ മിക്സ് ചെയ്യുന്ന സമയത്ത് നെയ്യ് ഒഴിച്ചൊഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം.
പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന രീതിയാണ് അതിൻ്റെ ഒരു ശരിയായിട്ടുള്ള കണക്ക്. അപ്പോൾ സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ടുള്ള ഹൽവ റെഡി. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരുടെ അഭിപ്രായങ്ങളും കമൻസായിട്ട് തന്നെ അറിയിക്കണം കേട്ടോ. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സ്വീറ്റാണ്. ശർക്കരയുടെയും നെയ്യുടെയും മധുരക്കിഴങ്ങിൻ്റെയൊക്കെ നല്ല ടേസ്റ്റാണ്, നല്ല സ്വാദാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുകൂടാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ. അടുത്ത വീഡിയോ കാണാം.